പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ട് കിടക്കുന്നവളെ ഒന്ന് നോക്കിയവൻ. ആ കണ്ണുകളൊന്ന് തിളങ്ങി. പതിയെ അവളെ മാറ്റിക്കിടത്തി ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഫ്രഷായി വരുമ്പോഴും അവൾ അതേ ഉറക്കമാണ്. ചിത്രയെ ഒന്ന് നോക്കി ജിം സ്യൂട്ട് ധരിച്ച് നേരെ ജിമ്മിലേക്ക് പോയി. ഉറക്കമുണർന്ന ചിത്രയുടെ കണ്ണുകൾ ആദ്യം പോയത് ബെഡിലേക്കാണ്. അവിടെ ശൂന്യമാണെന്നറിഞ്ഞതും എന്തോ വല്ലായ്മ തോന്നി. പിന്നെ കുളിച്ച് ഫ്രഷായി നേരെ താഴേക്ക് പോയി. സോഫയിലിരുന്ന് കിഷോറിനോടൊപ്പം കോഫി കുടിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ചിത്രയെ വന്ന് നോക്കി കിഷോർ പോയി ഡോറ് തുറന്നതും മുൻപിൽ നിൽക്കുന്ന ദിയയെ കണ്ടതും അവനെ ഒന്ന് നോക്കി ചിരിച്ചു ദിയ. ഒരു നിമിഷം ദിയയുടെ മുഖത്തേക്കും അവരുടെ കയ്യിലുള്ള ഫയലിലേക്കും സംശയത്തോടെ നോക്കി നിന്നു കിഷോർ. സർ, ഒരു അർജൻറ്റ് ഫയല്, അതിൽ അബ്സാറിനെ കാണിച്ച് സൈൻ വാങ്ങണം. വിളിച്ച് ചോദിച്ചപ്പോൾ വീട്ടിലേക്ക് വന്ന് സൈൻ ചെയ്തു തരാമെന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. തന്നെ സംശയത്തോടെ നോക്കുന്ന കിഷോറിനെ നോക്കിക്കൊണ്ട് മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ദിയ പറഞ്ഞത്. അവളെ ഒന്ന് നോക്കി അവൻ ഗൗരവത്തിൽ മൂളിയതും ഫയലും പൊക്കി പിടിച്ചവൾ അകത്തേക്ക് കയറി. കുറച്ച് ദിവസമായി അബിയെ കാണാത്തതിൻ്റെ നല്ല നിരാശയിലായിരുന്നു ദിയ. അപ്പോഴാണ് ഫയലുമായി വീട്ടിലേക്ക് വരാൻ അബി അവളെ വിളിച്ചു പറയുന്നത്. ആവേശത്തോടെ എഴുന്നള്ളി വരുമ്പോൾ എങ്ങനെയും അവൻ്റെ മനസ്സിലൊരു സ്ഥാനം പിടിക്കാം, പിന്നെ പതിയെ അവൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറണം. ഇതൊക്കെയാണ് ദിയയുടെ മനസ്സിൽ. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി അതിന് പരിശ്രമിക്കുക എന്നല്ലാതെ ആ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ പോയിട്ട് ഒരു നല്ല അഭിപ്രായം അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിട്ടില്ല. പുഞ്ചിരിയോടെ ഹാളിലേക്ക് കയറിയത് ഈ സോഫയിലിരുന്ന് കോഫി കുടിക്കുന്ന ചിത്രയെ കണ്ടതും സ്വിച്ചിട്ടതുപോലെ നിന്നു. അവളുടെ മുഖം സംശയത്തിലൊന്ന് ചുളിഞ്ഞു. പിന്നെ അവിടെ അവളോടുള്ള ദേഷ്യവും പുച്ഛവും നിറഞ്ഞു. എന്നാൽ ദിയ വന്നതുപോലും അറിയാതെ ചായ കുടിക്കുന്ന തിരക്കിലായിരുന്നു ചിത്ര. നീ എന്താ ഇവിടെ? ദേഷ്യത്തിൽ ഉയർന്ന ദിയയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ചിത്ര മുൻപിൽ നിൽക്കുന്ന ദിയയെ കാണുന്നത് പോലും. ദിയയുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ ചിത്രയൊന്ന് പകച്ചുവെങ്കിലും മനസ്സ് മുഴുവൻ അബി ഇന്നലെ പറഞ്ഞ വാക്കുകളായിരുന്നു. തന്നെ നോക്കി മറ്റെന്തോ ചിന്തിക്കുന്ന ചിത്രയെ കണ്ടതും ദിയയിൽ ദേഷ്യം നിറഞ്ഞു പൊന്തി. എടീ എന്ന് വിളിച്ച് ചിത്രയുടെ അടുത്തേക്ക് പോയി അവളെ സോഫയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ അത് അഭിമന്യുവിൻ്റെ വീടാണെന്നോ അവൾക്ക് പുറകിൽ കിഷോറുണ്ടെന്നോ അവൾ ഓർത്തില്ല. മറിച്ച് തൻ്റെ കീഴിലുള്ള സ്റ്റാഫ് താൻ ആഗ്രഹിച്ച, അതും തൻ്റെ ബോസിൻ്റെ വീട്ടിലറിയാത്തോടെ ഇരിക്കുന്നു എന്ന ചിന്തയേക്കാൾ തനിക്ക് പോലും ഇതുപോലെ ഒരിടം ആ വീട്ടിൽ ലഭിക്കാത്തതിൻ്റെ നിരാശയും ദേഷ്യവും അസൂയയുമാണ് അവളിൽ ഉണ്ടായിരുന്നത്. രാവിലെ അവൾ കെട്ടിയൊരുങ്ങി വന്നിരിക്കുക. നിനക്ക് നാണമില്ലടി ഇതുപോലെ വലിഞ്ഞു കയറി വരാൻ എന്ന് ചിത്രയെ നോക്കി ദേഷ്യത്തോടെ പറയുന്നതിൻ്റെ കൂടെ അവൾക്ക് നേരെ ദിയ കൈ ഉയർത്തിയതും ഒട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ കൈ തടഞ്ഞു വെച്ചിരുന്നു ചിത്ര. പ്രതീക്ഷിക്കാതെയുള്ള ചിത്രയുടെ നീക്കത്തിൽ ദിയ ഒന്ന് പതറി. ഒരു പാവത്തിനെ പോലെ എന്തു പറഞ്ഞാലും കേട്ടു നിൽക്കുന്ന ചിത്ര ഇന്ന് തൻ്റെ കൈ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ നിമിഷ നേരം കൊണ്ട് ദിയയുടെ കൈ കുടഞ്ഞു മാറ്റിയിരുന്നു ചിത്ര. എൻ്റെ വീട്ടിൽ വന്ന് എനിക്കെതിരെ കൈ ഉയർത്താൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിന്റെ വീടോ? ഇത് അബ്സാറിൻ്റെ വീടാ. നിനക്ക് നാണമില്ലേ വലിഞ്ഞു കയറി വന്നിട്ട് നിന്റെ വീടാണെന്ന് കള്ളം പറയാൻ? അവളെ നോക്കി പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ തനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം അവൾക്ക് ആ വീട്ടിൽ ഉണ്ടാകുമെന്ന് ദിയ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഭർത്താവിൻ്റെ വീട് തന്നെയാണ് ഭാര്യയുടെയും വീട് എന്ന് മാഡത്തിന് അറിയില്ലേ? ദിയയുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ ചിത്ര പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ആത്മവിശ്വാസം അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ദിയയിൽ വിരിഞ്ഞു നിന്നത് പുച്ഛമായിരുന്നു. അതിന് ഇത് കിഷോർ സാറിൻ്റെ വീടല്ലല്ലോ. ഇത്തവണ ഞെട്ടിയത് കിഷോറാണ്. അവരുടെ വഴക്ക് കണ്ട് നിൽക്കുമ്പോഴും ചിത്രയുടെ നാവിൽ നിന്ന് അവൾ അബിയുടെ ഭാര്യയാണെന്ന് പറയുന്നത് കേൾക്കാൻ നിന്നവൻ ദിയയുടെ സംസാരത്തിൽ ഞെട്ടി നിന്നു. എന്നാൽ പൂർണ്ണമായും അവളെ കുറ്റപ്പെടുത്താനും കഴിയില്ല. ഇതുവരെ അബിയും ചിത്രയും തമ്മിൽ സാധാരണ പോലെ സംസാരിക്കുന്നത് പോലും ആരും കണ്ടിട്ടില്ല. അല്ലെങ്കിലും അബി ആരോടും അടുത്ത് ഇടപഴകുന്ന ടൈപ്പല്ല. പോരാത്തതിന് ചിത്രയുടെ കാര്യങ്ങളെല്ലാം അബി ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഓഫീസിൽ മറ്റാരേക്കാളും അടുത്ത് ഇടപഴകുന്നത് അവളോട് ഞാനാണ്. അതുകൊണ്ട് ഓഫീസിൽ ഞങ്ങളെക്കുറിച്ച് പല റൂമറുകളും ഉയരുന്നുമുണ്ട്. അപ്പം ദിയ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല.
അതിന് കിഷോർ സാറാണ് എൻ്റെ ഭർത്താവെന്ന് ഞാൻ മേഡത്തിനോട് പറഞ്ഞു. 2 കൈയും മാറിൽ പിണച്ചു കെട്ടി ചിത്ര ദിയയോട് ചോദിക്കുമ്പോൾ അവളുടെ മുഖം സംശയത്തിൽ ചുരുങ്ങി. ഓ, പിന്നെ നീ അഭിസാറിൻ്റെ ഭാര്യയാണെന്ന് പറയാൻ പോകുമായിരിക്കും അല്ലേ? പുച്ഛമൊട്ടും കുറയ്ക്കാതെ ദിയ പറയുമ്പോൾ ഒരിക്കലും അവൾ അഭിയുടെ ഭാര്യ ആയിരിക്കില്ല എന്ന് ദിയയ്ക്ക് ഉറപ്പായിരുന്നു. അതെ, മേഡത്തിൻ്റെ ബോസ് അഭിമന്യു ദുർഗാദേവി തന്നെയാണ് എൻ്റെ ഭർത്താവ്. തല ഉയർത്തി പിടിച്ച അഭിമാനത്തോടെ അത് പറയുന്നതിൻ്റെ കൂടെ തൻ്റെ ടോപ്പിനുള്ളിൽ കിടന്ന താലിമാല എടുത്ത് പുറത്തേക്ക് ഇട്ടിരുന്നു അവൾ. അതേ നിമിഷം തന്നെയാണ് ദിയയുടെ കണ്ണുകൾ ആ താലിയിൽ ചെന്ന് നിന്നതും അതിൽ കൊത്തിവെച്ചിരിക്കുന്ന അവൻ്റെ പേരിലേക്ക് അവളുടെ ശ്രദ്ധ പോയതും ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും അവളുടെ മുഖം ചുവന്നു തുടുത്തു. എന്നാൽ കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ അതേസമയം അവളുടെ മനസ്സുഴറിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ അവിശ്വസനീയതയോടെ കിഷോറിന് നേരെ നീണ്ടതും അതുവരെ ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഓ ദിയ, അബിയുടെ മാരേജ് പെട്ടെന്നായിരുന്നു, ആരെയും അറിയിക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല, അബിയോട് ഡിസ്കസ് ചെയ്ത് ഓഫീസിലുള്ള എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കാം. എന്തേ? വളരെ നിസ്സാരമായി അത്രയും പറഞ്ഞതിൻ്റെ കൂടെ എന്താ കൂടെ എന്ന് ചോദിച്ചപ്പോൾ ദിയ ആകെ വല്ലാതെ ആയിപ്പോയി. അഭിസാറിൻ്റെ വിവാഹം കഴിഞ്ഞു, അതും ചിത്രയെ പോലെ വിവരവും വിദ്യാഭ്യാസവും തൻ്റെ അത്ര സൗന്ദര്യമില്ലാത്ത ഒരു ലോ ക്ലാസിൻ്റെ കൂടെ. സാറിൻ്റെ തൊട്ടടുത്ത് താനുണ്ടായിട്ടും അവളെക്കാൾ എല്ലാത്തിനും മുൻപന്തിയിലായിട്ടും എന്തിനാണ് ചിത്രയെ? അവൾക്ക് തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. ദിയ, പെട്ടെന്ന് അബിയുടെ ശബ്ദം അവിടെ ഉയർന്നതും അവളുടെ ശ്രദ്ധ അബിയിലേക്ക് പോയി. ഒരു ബ്ലാക്ക് കളർ ട്രാക്ക് പാൻസും പിന്നെ ഒരു ഗ്രേ കളർ ടീഷർട്ടും ഇട്ട് വിയർത്തു നിൽക്കുന്ന അബിയിലേക്ക് തൻ്റെ ശ്രദ്ധ പോയതും ദിയ അവനെ നഷ്ടബോധത്തോടെ നോക്കി നിന്നു. ഫയൽ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് അബി കൈ നീട്ടിയപ്പോഴാണ് സത്യത്തിൽ അവൻ തനിക്കടുത്തെത്തിയെന്ന് പോലും ദിയ അറിഞ്ഞത്. അവൻ്റെ വലത്തെ കൈയിലേക്ക് ഫയൽ വെച്ചു കൊടുത്ത് അബിയെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ ചിത്രയെ അവൻ വിവാഹം കഴിച്ചത് സത്യമാണോ? ആണെങ്കിൽ തന്നെ എന്തിന്? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവളിൽ നിറഞ്ഞു വന്നു. ദിയ, വീണ്ടും അബിയുടെ ശബ്ദമുയർന്നപ്പോഴാണ് ദിയ അവനെ ശ്രദ്ധിക്കുന്നത് പോലും. സൈൻ ചെയ്ത ഫയൽ പിടിച്ച് ദിയക്ക് നേരെ നീട്ടിപ്പിടിച്ച് സോഫയിലിരിക്കുവാണ് അബി. സോറി സാർ എന്ന് പറഞ്ഞ് അവനിൽ നിന്ന് ഫയൽ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചു മുൻപ് ചിത്ര പറഞ്ഞ വാക്കുകളും അവളുടെ കഴുത്തിൽ തൂങ്ങിയാടുന്ന താലിയും മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. തിരിച്ചു തൻ്റെ കാറിലേക്ക് കയറുന്നതിന് മുൻപ് തൻ്റെ മുഷ്ടി ദേഷ്യത്തിൽ ചുരുട്ടി പിടിച്ചിരുന്നു അവൾ. നീ ഇവിടെ അധികകാലം വാഴില്ല ചിത്ര, ദിയയാ പറയുന്നത്. കടപ്പല്ല് ഞെരിച്ച് കാറിലേക്ക് കയറുമ്പോൾ അവളുടെ ഇടത്തെ കയ്യിലുള്ള ഫോണിൽ നിന്ന് സന്ദീപിൻ്റെ ഫോണിലേക്ക് റിംഗ് പോയിക്കൊണ്ടിരുന്നു. നടന്നു പോകുന്ന ദിയയെ ഒന്ന് നോക്കിയതിനു ശേഷം അബിയുടെ കണ്ണുകൾ ചിത്രയിലെത്തി നിന്നു. എന്നാൽ അതുവരെ അവനെ നോക്കി നിന്ന അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും അവൾ അവനിൽ നിന്ന് അടർത്തി മാറ്റിയിരുന്നു. ചിത്ര, ഒരു ഗ്രീൻ ടീ എന്ന് പറയുന്നതിൻ്റെ കൂടെ അവൻ മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയിരുന്നു. ഡോറ് തുറന്ന് മുറിയിലെത്തിയ അബി നേരെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ അവൻ്റെ വാലറ്റും ഫോണും വെച്ചതിന് ശേഷം കബോർഡിൻ്റെ അടുത്തേക്ക് പോയി. അതിൻ്റെ ഡോറ് തുറന്ന് ടവലെടുത്ത് തിരിയുമ്പോഴാണ് അതിനകത്ത് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന സന്ദീപിൻ്റെ ഫോണിലേക്ക് അവൻ്റെ ശ്രദ്ധ പോകുന്നത്. ദേഷ്യത്തോടെ അത് കയ്യിലെടുത്തപ്പോഴാണ് അതിൽ തെളിഞ്ഞു കാണുന്ന പേരിലേക്ക് അവൻ്റെ ശ്രദ്ധ പോകുന്നത്. ദിയ മേഡം. ആ പേരിലേക്കൊന്ന് നോക്കി അവൻ്റെ ചുണ്ടിൽ പുച്ഛത്തിലൊരു ചിരി വിരിഞ്ഞു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നേരെ ഓഫീസ് റൂമിലേക്ക് പോയി ഫയൽസ് എല്ലാം വയ്ക്കുന്ന ലോക്കറിലേക്ക് അത് വെച്ച് അത് സേഫാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷമാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അബിക്കുള്ള ഗ്രീൻ ടീ എടുത്ത് മുകളിലേക്ക് പോകുമ്പോഴും ചിത്രയുടെ ഉള്ളിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ദിയ മേഡത്തിനോട് പറഞ്ഞത് കൂടിപ്പോയോ എന്ന്. പോരാത്തതിന് താൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സാർ കേട്ടതുകൊണ്ട് സാറിനെ ഫേസ് ചെയ്യാനുള്ളൊരു ചമ്മലും. ചിന്തിച്ചു നടന്ന അബിയുടെ മുറിക്ക് മുൻപിലെത്തിയതുപോലും അവൾ അറിഞ്ഞില്ല. ഒന്ന് ശ്വാസമെടുത്ത് പതിയെ ഡോറ് തുറന്ന് ചിത്രാകത്തേക്ക് കയറി. ചുറ്റും അബിയെ തിരഞ്ഞു എങ്കിലും അവനെ കാണാതായപ്പോൾ ടേബിളിന് മുകളിൽ ആ കപ്പ് വെച്ച് ചിത്ര തിരിഞ്ഞു. അതേസമയം തന്നെ അവൻ ബാത്റൂമിൻ്റെ കതക് തുറന്ന് പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ഒരു ബാത്ത് ടവൽ മാത്രം ഉടുത്തു നിൽക്കുന്ന അബിയിലേക്ക് അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചതും ആ കണ്ണുകൾ വിടർന്നു. ആവശ്യത്തിന് ഉയരമുള്ള ഒത്ത വണ്ണമുള്ള
അവൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന വെള്ളത്തുള്ളികൾ, അവൻ്റെ ദൃഢമായ വെളുത്ത ശരീരം, ആ നനഞ്ഞ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന വെളുത്ത തുള്ളികൾ വജ്രം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. പോരാത്തതിന് അവൻ്റെ വലത് ഷോൾഡറിൽ എന്തോ പച്ച കുത്തിയിട്ടുണ്ട്. പക്ഷെ അത് വായിക്കാൻ കഴിയുന്നില്ല. പിന്നെ അവളുടെ കണ്ണുകൾ ചെന്നു നിന്നത് അവൻ്റെ വലത്തെ കൈയുടെ പുറം ഭാഗത്താണ്. അവിടെ ടാറ്റു ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഇപ്പോഴാണ് ചിത്ര കാണുന്നത് പോലും. അവളുടെ കണ്ണുകൾ വിടർന്നു. അപ്പോഴാണ് അവൻ്റെ ഇടത്തെ കൈയിലെ ടാറ്റുമോ അവൾ കാണുന്നത്. കണ്ണെടുക്കാതെ ആ ടാറ്റുവിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വല്ലാത്ത ആകർഷണം തോന്നി അവൾക്ക്. തന്നെ നോക്കി നിൽക്കുന്ന ചിത്രയെ കണ്ടതും അബിയുടെ കണ്ണുകളും ഒന്ന് തിളങ്ങി. പുറത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന പുഞ്ചിരിയെ തൻ്റെ ചുണ്ടിൽ പിടിച്ചു വെച്ചതിനു ശേഷം ഗൗരവത്തിൽ അവൻ അവളെ ഒന്ന് നോക്കി. ചിത്ര. അബിയുടെ ശബ്ദം അവിടെ ഉയർന്നപ്പോഴാണ് സത്യത്തിൽ ചിത്രയ്ക്ക് ഇത്ര നേരം താൻ അവനെ നോക്കി നിൽക്കുമായിരുന്നു എന്ന കാര്യം പോലും ഓർമ്മ വന്നത്. വല്ലാത്ത ചമ്മലോടെ ചിത്ര മുഖം കുനിച്ചു. അത് ഞാൻ. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ ടേബിളിൽ വെച്ച ഗ്രീൻ ടീ എടുത്ത് ചുണ്ടോട് ചേർത്തു. ഞാൻ ഓഫീസിലേക്ക് പോകുവാണ്, വരാൻ ഈവനിങ് ആവും. ആ കബോർഡിൽ നിന്ന് എൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കാമോ? ആ ടീ കുടിക്കുന്നതിനിടയിൽ അവ ചോദിച്ചതും ചിത്ര അവനെ നോക്കി തലയാട്ടി. പിന്നെ വേഗം കബോർഡ് തുറന്ന് അതിനകത്ത് നിന്ന് അവൻ വേണ്ട ഡ്രസ്സ് പുറത്തേക്ക് വെച്ചു. ഒരു വൈറ്റ് കളർ ഷർട്ടിൻ്റെ കൂടെ ബ്ലാക്ക് കളർ പാൻസും എടുത്ത് അവൾ പുറത്തേക്ക് വെച്ചു. ടീ കുടിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ മുഴുവൻ തനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു തരുന്ന ചിത്രയിലായിരുന്നു. പിന്നെ കുടിച്ച കപ്പ് താഴെ വെച്ച് ചിത്രയെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ എടുത്തു വെച്ച ഡ്രസ്സും എടുത്ത് അബി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അത് കണ്ട ഉടനെ അവൻ്റെ വാലറ്റും വാച്ചും പിന്നെ ഫോണും എടുത്തു വെച്ചു. പുറത്ത് വെച്ചിരിക്കുന്ന ലാപ്പ് എടുത്ത് അത് ബാഗിലേക്ക് ആക്കി വെച്ച് എല്ലാം പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് അറേഞ്ച് ചെയ്തു. ചിത്ര എടുത്തു വെച്ച ഡ്രസ്സ് ധരിച്ച് അബി പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് ചിത്ര റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്കാണ്. അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. പിന്നെ വേഗം എല്ലാം എടുത്ത് റൂമിലേക്ക് പുറത്തിറങ്ങി. പുറകെ ചിത്രയും. സർ, ബ്രേക്ക്ഫാസ്റ്റ്? അല്പം മടിയോടെയാണെങ്കിലും ചിത്ര അവനെ നോക്കി ചോദിച്ചു. വേണ്ട. അത് പറഞ്ഞ് സ്പീഡിൽ പടിയിറങ്ങി പോകുന്നവനെ പുറകെ അവളും ഉണ്ടായിരുന്നു. ഹാളിലിരിക്കുന്ന കിഷോർ റെഡിയായിരിക്കുന്ന അബിയെ കണ്ടതും സംശയത്തിലൊന്ന് എണീറ്റു നിന്നു. നീ ഇന്ന് പോകുന്നില്ല എന്നാണല്ലോ ദിയ പറഞ്ഞത്, അതപ്പോഴല്ലേ എന്ന് പറഞ്ഞ് തിരക്കിൽ ഓഫീസിലേക്ക് പോകുന്നവനെ കിഷോർ സംശയത്തോടെ നോക്കി നിന്നു. അബി കാറിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് പോയതിനു ശേഷമാണ് ചിത്ര അകത്തേക്ക് കയറിയത്. ഇതേ സമയം കാറിൻ്റെ സൈഡ് മിററിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന ചിത്രയെ കണ്ടതും അബിയുടെ കണ്ണുകളിലെ തിളക്കവും പുഞ്ചിരിയും ഒന്നുകൂടെ തെളിഞ്ഞു. അബിയുടെ വീട്ടിൽ നിന്നിറങ്ങി നേരെ ഓഫീസിലേക്കാണ് ദിയ പോയത്. തൻ്റെ ചെയറിലിരിക്കുമ്പോഴും കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളായിരുന്നു മനസ്സ് നിറയെ. താൻ അത്രയേറെ ആഗ്രഹിച്ച, അതിനുവേണ്ടി വർഷങ്ങളായി പരിശ്രമിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന സ്ഥാനത്താണ് ചിത്ര വളരെ കുറച്ച് ദിവസം കൊണ്ട് കടന്നു ചെന്നത്. അതും തന്നേക്കാൾ ഒരുപാട് താഴെയുള്ള ഒരു ലോ ക്ലാസ് പെണ്ണ്. ചിത്രയോടുള്ള വെറുപ്പും ദേഷ്യവും പകയും അസൂയയുമെല്ലാം ദിയയുടെ ഉള്ളിൽ വന്നു നിറഞ്ഞു. വേഗം തൻ്റെ ഫോണെടുത്ത് 20ാമത്തെ പ്രാവശ്യം സന്ദീപിനെ വിളിക്കുമ്പോഴും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കൈമുഷ്ടി ചുരുട്ടി പിടിച്ചവൾ ദേഷ്യം നിയന്ത്രിച്ചു.